ഹലോ എവ്രി വൺ, ഇന്ന് നമ്മൾ ഉമ്മൽ ക്വീൻ സൂയിൽ പോയൊരു വീഡിയോ കണ്ടാലോ? വന്ന വഴി തന്നെ ഞങ്ങളുടെ കണ്ണുടക്കിയത് ഇതിലായിരുന്നു. ജിറാഫൊക്കെ ആളുകളുടെ അടുത്ത് ഇത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്നു. ഇതൊക്കെ ഭയങ്കര ഇതായിരുന്നു. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് അകത്തോട്ട് കയറാം. ഇവിടെ ഒരാളാണെങ്കിൽ വണ്ടിയിലിരുന്ന് ഉറങ്ങിപ്പോയി. ഏതായാലും അവളെ ഒന്ന് ഉണർത്തി എടുത്തിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി അവൾ ഉറക്കത്തിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല, ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൾ പതിയെ പതിയെ ഓണായി വന്നോളും. ഏതായാലും നമുക്ക് ഇവിടുത്തെ ബാക്കി കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അവിടെ നേരെ ഞങ്ങൾ കണ്ടത് ഇതായിരുന്നു. ആക്ച്വലി മൈ ഡിയർ കരടി എന്ന് പറയുന്ന ഫിലിമിലാണ് ഇങ്ങനെ കരടികൾ എഴുന്നേറ്റ് നിൽക്കണതൊക്കെ ഞാൻ കണ്ടത്. ഇവിടെ ശരിക്കും ഭയങ്കര അടുത്ത് തന്നെ കാണാൻ പറ്റും. ഇവിടെ അവർക്ക് നമ്മൾക്ക് ഫുഡൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് 5 ദിർഹംസ് കൊടുക്കുകയാണെങ്കിൽ അവരൊരു എന്തോ ഒരു ലീവ്സ് തരും. അത് നമുക്ക് അവർക്ക് കൊടുക്കാം. നമ്മുടെ കയ്യിൽ നിന്ന് അവരത് മേടിച്ച് കഴിക്കുകയൊക്കെ ചെയ്യും. അത് കാണാനൊക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മേടിച്ചു കൊടുത്തു. പൊന്നൻ ആക്ച്വലി ഇതൊക്കെ പേടിയാണ്. അവൾക്ക് ദൂരെ നിന്ന് ഇതൊക്കെ കാണാനാണ് ഇഷ്ടം, അടുത്ത് പോകാനൊന്നും ഇഷ്ടമില്ല. അവർ ഫുഡ് കൊടുക്കുന്നതൊക്കെ അവൾ നോക്കി നിൽക്കും. തോമസ് കുട്ടി, ഇതിനകത്തെന്താ? പുലി മുരുകൻ ഇറങ്ങിയതിന് ശേഷം പുലി ഏതാ കടുവ ഏതാന്ന് ഇപ്പം എല്ലാവർക്കും കൺഫ്യൂഷനാണ്. ഏതായാലും ഇത് ടൈഗറാണ്. ഞങ്ങൾ ടൈഗറിനെയൊക്കെ കണ്ടു. പിന്നെ നമ്മൾ ആ പുറത്തുനിന്ന് കണ്ട ആ ജിറാഫ്, ആക്ച്വലി അതിനെ കാണാനായിരുന്നു ഏറ്റവും എക്സൈറ്റഡ്. അതിന് ഞങ്ങൾ ഫുഡ് കൊടുത്തു. എനിക്ക് ആക്ച്വലി ഇതിന് കൊടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു. എങ്ങനെയോ പേടിച്ചാണ് ഞാൻ കൊടുക്കണത്. ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച? വേണ്ട, ചന്തിന്ന് എഴുതണ്ട, കുണ്ടീന്നാവല്ലോ. കോഴിയൊക്കെ ഇതിനകത്ത്. പൊന്ന കോഴി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ജിറാഫിൻ്റെ കൂടിനകത്ത് തന്നെ കോഴിയും ആടും മാനും എല്ലാം തന്നെയുണ്ട്. അവരൊന്നിച്ച് ഹാപ്പിയായിട്ട് അതിനകത്തൂടെ നടക്കുമായിരുന്നു. ആക്ച്വലി ആ ജിറാഫിൻ്റെ അടുത്ത് നിന്ന് വരാൻ മനസ്സില്ലെങ്കിലും ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ആന. അവിടെ ഞങ്ങളൊരു ആനയെ പണിത് വെച്ചേക്കണുണ്ട്. ആക്ച്വലി അത് കണ്ടാൽ ഭയങ്കര ഒറിജിനാലിറ്റി ആണെങ്കിലും അവരത് ചെയ്തു വെച്ചേക്കുന്നതാണ്. ഇവൾക്ക് എല്ലാം കാണാൻ ഇഷ്ടമാണെങ്കിലും ഒന്നിൻ്റെ അടുത്ത് പോകാനോ അതിനെ തൊടാനോ ഒന്നും അവൾക്ക് ഇഷ്ടമല്ല. ഈ ആന ആക്ച്വലി ഒരു ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ ഫീച്ചേഴ്സും ബോഡിയിൽ ഭയങ്കര ക്ലിയർ ആയിട്ട് പണിത് വെച്ചിട്ടുണ്ട്. നമുക്കത് ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. സോ അതിൻ്റെ അടുത്ത് പോയി ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്യാണ്. അവളെ ഇരുത്താൻ നന്നായിട്ട് പാടുപെട്ടു. അവൾ നോ നോ എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരുവിധം ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ ഒപ്പിച്ചെടുത്തു. അങ്ങനെ ഇവിടെ എല്ലാ ആനിമൽസിനെയും ബേർഡ്സിനെയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് അടുത്ത് കാണാൻ പറ്റും എന്നുള്ളത്. അവരിങ്ങനെ ഫ്രീ ആയിട്ട് ഇതിപ്പോൾ ഓപ്പൺ ആയിട്ടൊരു പോണ്ടിൽ ഇട്ടേക്കുവാണ്. അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. അത് ഓസ്ട്രിച്ച് ആയിരുന്നു. പക്ഷേ അതിന് എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട് ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ്, നമ്മളെ അറ്റാക്ക്. പക്ഷേ പുള്ളിക്കാരിക്ക് വലിയ ഗമയായിരുന്നു. നമ്മളെ കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരി തിരിഞ്ഞങ്ങ് നടന്നു പോയി. ഞാൻ പോണേണ്, വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്? അല്ല ഓടാ ആദ്യമായിട്ടാണ്. എന്തി മനെ പാമ്പ് തൊട്ടെ അയ്യോ, അത് ഗ്ലാസ് ആയതുകൊണ്ട് മാത്രമാണ് അവൾ മുളയാടി എന്ന വർഗത്തിൽപ്പെട്ടവരാണിവർ. പുറത്തിട്ട് കശ്മലായി എന്നെ വിടൂ. എനിക്കുമില്ലേ അമ്മയും പെങ്ങന്മാരും? അമ്മയുണ്ട്, പെങ്ങളില്ല. ഇതിനപ്പുറം ചാടി
കടന്നവനാണീ KK ജോസ്. ആമയെ കണ്ടിട്ടില്ലേ? ആമ ദേ ആമ കണ്ടോ? ഹായ്, നോക്കിക്കേ, അടുത്ത് പോയി നോക്കിക്കേ. ദേ ആ ചേച്ചി നോക്കണുണ്ടോ? കുഞ്ഞും പോയി നോക്കിക്കേ. ഞാൻ പല ഐഡിയ പ്രയോഗിച്ചിട്ടും അവൾക്ക് പേടി തന്നെ. വേണ്ടേ? നോ നോ നോ. പിന്നെ കേറ്റാതെ ടോയ്ലറ്റ് ആണ് ഗൈസ്. സിംഹത്തിന്റെ കൂടാന്ന് വെച്ച് കയറിപ്പോയതാ. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്നും പറഞ്ഞിരിക്കും. അവിടെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പാർക്കൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.